സിസ്റ്ററെ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്ക് ക്രാക്ഡ് നിപ്പിൾ വരുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടല്ലോ. ആദ്യമേ ചെയ്യേണ്ടത് ഡ്യൂറിങ് ദ പ്രഗ്നൻസി തൊട്ട് ഇത് തുടങ്ങണം. ഒരു 5 months തൊട്ട് അമ്മമാരോട് നമ്മൾ പറയണം. ആ ഡ്രൈ സ്കിന്നിനാണ് ഇത് കൂടുതലും ക്രാക്ക് നിപ്പിൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 5 month തൊട്ട് ബ്രസ്റ്റിൻ്റെ നിപ്പിളിൻ്റെ ഭാഗത്ത് എണ്ണ പുരട്ടി അത് സ്മൂത്തനിങ് ആക്കാമെങ്കിൽ അത് ഒത്തിരി നല്ലതായിരിക്കും. പിന്നീടുള്ള കാര്യം ആഫ്റ്റർ ഡെലിവറി ഫീഡ് ചെയ്യുമ്പോൾ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിപ്പിളും അതിൻ്റെ ചുറ്റുമുള്ള ആ ബ്ലാക്ക് ആ സ്പേസ് നല്ലതായിട്ട് കുഞ്ഞിൻ്റെ വായിക്കകത്തേക്ക് മോണയ്ക്കകത്തേക്ക് വെച്ച് പ്രോപ്പറായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ക്രാക്ക് നിപ്പിൾ ഒരു പരിധിവരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്ക് ഈ പാല് ബ്രസ്റ്റ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് വരുന്നത്, അത് വരാണ്ടിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും അതിന് പ്രതിവിധിയുണ്ട്. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബ്രസ്റ്റ് എൻഗോർജ്മെൻറ്റ്. കൂടുതൽ പാലുള്ള അമ്മമാരിലാണ് ഈ ബ്രസ്റ്റ് എൻഗോർജ്മെൻറ്റ്. അത് ഉണ്ടായാൽ ചെയ്യേണ്ടത് ആ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു ഹോട്ട് കംപ്രഷനോ കോൾഡ് കംപ്രഷനോ വെച്ച് ബ്രസ്റ്റിനെ സോഫ്റ്റ് ആക്കിയിട്ട് അതിൽ നിന്ന് പാല് പിഴിഞ്ഞ് കുഞ്ഞിന് സ്പൂണിൽ കോരി കൊടുക്കാം. അതല്ലെങ്കിൽ ബ്രസ്റ്റ് സോഫ്റ്റ് ആക്കിയിട്ട് കുഞ്ഞിനെ ഡയറക്റ്റ് നമുക്ക് സക്ക് ചെയ്തിപ്പിച്ചിട്ട് സോഫ്റ്റ് ആക്കാം. പക്ഷേ എവറി 2 hours കുഞ്ഞിന് നമ്മൾ പാല് കൊടുത്തിരിക്കണം. അത് കൊടുക്കാതിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ബ്രസ്റ്റ് എൻഗോർജ്മെൻറ്റ് കൂടുതൽ അമ്മമാരിൽ കാണുന്നത്.